തുള്ളി വെള്ളത്തിനായി നെട്ടോട്ടമോടുന്ന പാലക്കാട് ജനതയെക്കുറിച്ച് ഓർക്കാതെയാണ് ബ്രൂവറി തുടങ്ങാനുള്ള സർക്കാർ നീക്കമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പറഞ്ഞു. ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ട ഏറ്റവും വലിയ തമാശ പറയട്ടെ. ബാറുകൾ പൂട്ടിയെന്നും കേരളത്തിൽ മദ്യപാനം കുറഞ്ഞുവെന്നും. എവിടെ പൂട്ടി? LDF വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും. മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ കർശനമായ നടപടികൾ എടുക്കും. മദ്യനയം സുതാര്യമായിരിക്കും, അഴിമതിയില്ലാത്തതായി. LDF വരും, എല്ലാം ശരിയാകും. ഉയർന്ന അഭിമാനബോധത്തോടു കൂടിയിട്ടാണ് സാർ ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ തോൽപ്പിച്ചത് വർഗീയതയാണ്. നമ്മളെയാണല്ലോ മച്ചമ്പി. അത് BJPയുടെയും സംഘപരിവാറിന്റെയും വർഗീയത മാത്രമല്ല, അവരോട് കിടപിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വർഗീയതയും കൂടെ പരാജയപ്പെടുത്തിയിട്ടാണ് പാലക്കാട് ജനത എന്നെ നിയമസഭയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? BJP രണ്ടാമത് നിൽക്കുന്ന RSSന്റെ വേരോട്ടമുള്ള പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ നിങ്ങൾ UDFനെ തോൽപ്പിക്കുവാൻ എന്തെല്ലാം വൃത്തികേടുകളാണ് സാർ ചെയ്തത്? നിലവിൽ ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയാണ് എന്ന് ആരോപിച്ച ഒരു നീല ബാഗുമായി ഫെനി വന്നുവെന്നും ഫെനി ഈ ബാഗിൽ പണം കടത്തി എന്നുമൊക്കെയുള്ള ആരോപണം. രാഹുലിന്റെ സഹായിയായ ഫെനി വന്നത് ഈ ബാഗുമായിട്ടാണ് എന്നത്. അതുകൊണ്ട് CPM പറയുന്ന നീല ബാഗിനെ കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം നടക്കുന്നു. എന്തായി സാർ നിങ്ങളുടെ നീലപ്പെട്ടിയിലെ കള്ളപ്പണത്തിന്റെ അന്വേഷണം? 1 ഡസൻ മന്ത്രിമാരല്ലേ ഞാൻ അവിടെ കള്ളപ്പണം കടത്തുകയാണ് നീലപ്പെട്ടിയിലെന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചത്? ആ ആരോപണം ഉന്നയിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ട് ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യുവാൻ കഴിയാത്ത ഗതികേടിലല്ലേ സാർ നിങ്ങളുള്ളത്? ആ പാതിരാ നാടകം കേരളം കണ്ടതാണ്. ആ പാതിരാ നാടകം കണ്ട കേരളത്തിന് പാലക്കാട് സമ്മാനിച്ച വിജയമാണ് എൻ്റെ നിയമസഭാ സാമാജികത്വം എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ രാത്രി നമുക്ക് മറക്കുവാൻ കഴിയുമോ സാർ? MB രാജേഷ് ഏതാ, DV രാജേഷ് ഏതാ എന്ന് കേരളത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ നോക്കച്ച എന്തൊരു ചേർച്ച. ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ഒരു സിനിമയിൽ ശ്രീനിവാസനും തിലകനും യാത്ര ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നമ്മുടെ രണ്ടിന്റെ ശബ്ദം ഒരുപോലെയാണെന്ന്. ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്. എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എന്നാൽ പാലക്കാട്ട് VV രാജേഷിന്റെ MB രാജേഷിന്റെ ശബ്ദം ഒരുപോലെയല്ലായിരുന്നു സാർ, ഒന്ന് തന്നെയായിരുന്നു സാർ. ആ രാത്രിയിൽ ആ നിങ്ങളുടെ സഖ്യത്തെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇവിടെ വന്നു നിൽക്കുന്നത്. പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന പച്ചവർഗീയത നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഫസലിനെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ രക്തം പുരണ്ട വസ്ത്രം അമ്പലത്തിൽ കൊണ്ടുപോയിട്ടിട്ടും TP ചന്ദ്രശേഖരൻ എന്ന നിങ്ങളുടെ കൊടി പിടിച്ച പഴയ സഹപ്രവർത്തകരെ കൊന്നിട്ട് മാഷാള്ള പതിച്ച സ്റ്റിക്കറാണ് എന്ന് പറഞ്ഞിട്ടും അവസാനിപ്പിക്കാതെ വടകരയിൽ നിങ്ങൾ എന്ത് വൃത്തികേടാണ് സാർ കാണിച്ചത്? ഒരു കുത്തിത്തീർപ്പുണ്ടാക്കിയപ്പോ എന്തൊരാശ്വാസം. ഓരോരോ പട്ടിത്തീട്ടങ്ങളെ. കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഷാഫി പറമ്പിലിനെ പോലെ ചെറുപ്പക്കാരൻ, അയാളുടെ മതേതര മുഖത്തിന് നിങ്ങൾ കൊടുത്ത വെട്ടായിരുന്നില്ലേ കാഫിർ സ്ക്രീൻഷോട്ട്? എന്നിട്ട് അതിന്റെ അന്വേഷണം എന്തായി സാർ? ആ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പരാതി കൊടുത്ത ആളുകൾ തന്നെയാണ് ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലേ സാർ? ആ കാഫിർ സ്ക്രീൻഷോട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങളെ എക്സ്പോസ് ചെയ്തപ്പോഴെങ്കിലും നിങ്ങൾ ആ പച്ചവർഗീയത പറയുന്ന വൃത്തികെട്ട പണി നിർത്തുമെന്ന് വിചാരിച്ചു. കാഫിർ സ്ക്രീൻഷോട്ടിൽ CPMന് ബന്ധം. സ്ക്രീൻഷോട്ട് ആദ്യം പോസ്റ്റ് ചെയ്തയാൾ DYFIയുടെ ഭാരവാഹിയാണ്. വടകര ബ്ലോക്ക് പ്രസിഡന്റായ റിബേഷാണ് ആദ്യം ഇത് പോസ്റ്റ് ചെയ്തത്. റെഡ് എൻകൗണ്ടർ വാട്സാപ്പ് ഗ്രൂപ്പ് അഡ്മിനായ റിബേഷിന്റെ ഫോൺ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇവനാണോ നിനക്ക്? ഇവനല്ല, പിന്നെ അഖിലേഷേട്ടൻ. അഖിലേഷേട്ടനല്ലേ? അതെ, അഖിലേഷേട്ടനാണ്. നിങ്ങളാര്? ഞങ്ങളാ. ആരെ? ഇനി സന്ദീപ് വാര്യർ BJP വിടുമ്പോ മാരാർജി ഭവനിലെ കരച്ചിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ കൂട്ടക്കരച്ചിൽ കേട്ടത് എവിടെയാണ് സാർ? അത് AKG സെന്ററിലായിരുന്നില്ല സാർ.
വേണ്ടിയിട്ടാണ് സാർ. അപ്പോൾ BJP-യിൽ നിന്ന് ഒരാൾ പോലും കൊഴിയാൻ പാടില്ല എന്ന ഏറ്റവും അധികം താല്പര്യം CPM-നല്ലേ സാർ? നിങ്ങൾ പരാജയപ്പെട്ടതിന് ഉത്തരവാദിത്തം ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സാർ, ഈ നാട്ടിലെ ക്രിസ്ത്യാനികളും ഈ നാട്ടിലെ ഹിന്ദുക്കളും മതമുള്ളവരും ഇല്ലാത്തവനും എല്ലാം നിങ്ങൾക്കെതിരാണ് സാർ. പറഞ്ഞത് ഒയാസിസിനെ കൊണ്ടുവന്ന ബ്രൂവറി തുടങ്ങുന്നത് കാർഷിക മേഖല മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന്. ഈ കായലിലെ വെള്ളം മുഴുവൻ ചാരായും ഇതിലെ മീൻ മുഴുവൻ വറുത്ത മീനുമായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ. അപ്പൊ ഇനിയും തൊട്ട് എന്താണ് സാർ, ഞങ്ങൾ പാലക്കാട് നെൽപ്പാടത്ത് വെള്ളത്തിന് വരെ കള്ളൊഴിച്ചാൽ മതിയോ സാർ? ഇനി പാലക്കാട്ടെ കർഷകരോട് നിങ്ങൾക്ക് ആഭിമുഖ്യമുണ്ട് എങ്കിൽ പാലക്കാട് കാർഷിക പാക്കേജ് നടപ്പാക്കണം സാർ.